വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. തിരക്കഥയിൽ ഒരു തവണ മാത്രം എഴുതി വച്ചിരുന്ന ഡയലോഗ് 3 തവണ ഉരുവിട്ട് ജഗതി കാണാപാഠമാകുന്നത് കണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്യാമറാമാൻ പോലും ചിരിച്ചുപോയി. ആ ഡയലോഗ് ഒരു തവണ മാത്രം പറഞ്ഞു നിർത്താൻ ഒരു സിനിമാ പ്രേമിക്കും പറ്റാത്ത വിധം കാണാപാഠം പഠിച്ചു കളഞ്ഞു ജഗതി. റിപ്പീറ്റ് വാച്ചിങ്ങിനൊപ്പം റിപ്പീറ്റ് അടിക്കുന്ന ഡയലോഗ്. മേലെപ്പറമ്പിൽ ആൺവീട് ഒരുക്കിയ സംവിധായകൻ രാജസേനന്റെ ഓർമ്മകൾക്ക് പോലുമുണ്ട് ഒരു റീ റിലീസിംഗ് സാധ്യത. ഗിരീഷ് പുത്തഞ്ചേരി കുറിച്ചു കൊടുത്ത വൺ ലൈൻ ആശയം പല നിർമ്മാതാക്കളും സംവിധായകരും കൈയൊഴിഞ്ഞിട്ടും അതിൽ സൂപ്പർ ഹിറ്റ് സാധ്യത കണ്ടെത്തിയ 2 സംവിധായകർ, രാജസേനനും പ്രിയദർശനും. ഇനി ഓർത്തു നോക്കൂ, വേലക്കാരിയായിരുന്ന പവിഴം തന്നെയല്ലേ കാർത്തുമ്പി. കെട്ടുപ്രായം കഴിഞ്ഞ ആൺമക്കളും മച്ചമ്പയും പുരയും പുരയിടവും നിറഞ്ഞു നിന്ന് മലയാളികളെ ചിരിപ്പിക്കാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് കഴിയുന്നു. അയലത്തെ അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നാലെ അവിചാരിതമായാണ് രാജസേനൻ ഒരു ദിവസം ആറ്റുകാൽ ക്ഷേത്രത്തിൽ വെച്ച് നടൻ ജയറാമിനെ കാണുന്നത്. ജയറാം സേനനെ തൈക്കാട് അമൃത ഹോട്ടലിലേക്ക് ക്ഷണിച്ചു. മുഖവുരയില്ലാതെ കാര്യം പറഞ്ഞു. ഭാര്യ അശ്വതിയുടെ പേരിൽ താനൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുകയാണ്. ആദ്യ സിനിമ രാജസേനൻ ചെയ്യണം. കഥയൊക്കെ കയ്യിലുണ്ട്. ഗിരീഷ് പുത്തഞ്ചേരി 4 പേജിൽ എഴുതി വെച്ച ചെറിയൊരു ത്രെഡാണ്. ഒരു കർഷക കുടുംബത്തിലെ ഇളയ മകൻ ജോലിക്കായി തമിഴ്നാട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു തമിഴ് പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. കല്യാണം കഴിക്കേണ്ടി വരുന്നു. തന്റെ യാഥാസ്ഥിതിക കുടുംബത്തിലേക്ക് കാര്യങ്ങൾ തണുക്കും വരെ അവളെ ഒരു ജോലിക്കാരിയുടെ വേഷം കെട്ടിച്ച് കൊണ്ടുവരുന്നു. ഉഗ്രൻ സംഭവമാണല്ലോ എന്നായിരുന്നു രാജസേനന്റെ ആദ്യ പ്രതികരണം. നിർമ്മാതാവ് ഗുഡ് നൈറ്റ് മോഹനന്റെ കയ്യിലാണ് ആ വൺ ലൈൻ ഉള്ളത്. അപ്പോൾ തന്നെ ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് മോഹനനെ വിളിക്കുന്നു. കഥ നൽകാമെന്ന് അദ്ദേഹം സമ്മതിച്ചെങ്കിലും ഒരു നിബന്ധന വെച്ചു. തിരക്കഥ പൂർത്തിയായി കഴിഞ്ഞാൽ താൻ പറയുന്ന ഒരു സീനിയർ സംവിധായകന്റെ മേൽനോട്ടത്തിൽ വിലയിരുത്തും. അതിൽ ബുദ്ധിമുട്ടുണ്ടോ? ഉടൻ തന്നെ രാജസേനൻ മറുപടി കൊടുത്തു, ബുദ്ധിമുട്ടുണ്ട്. ചർച്ച അവിടെ വഴിമുട്ടി. പ്രൊജക്ട് നടക്കാതെ ജയറാമും രാജസേനനും പിരിയുകയും ചെയ്തു. കുറച്ചുനാൾ കഴിഞ്ഞ് തമ്പാനൂർ ചൈത്രം ഹോട്ടലിൽ വെച്ച് മാണി സി കാപ്പൻ എന്ന നിർമ്മാതാവിനെ രാജസേനൻ ആദ്യമായി പരിചയപ്പെടുന്നു. നമുക്കൊരു സിനിമ ചെയ്തുകൂടെ എന്നായി മാണി സി കാപ്പൻ. നടക്കാതെ പോയ പഴയ ആ വേലക്കാരി കഥയുടെ കാര്യം രാജസേനൻ പറയുകയും ചെയ്തു. ഒറ്റ ഫോൺ കോളിൽ ഗുഡ് നൈറ്റ് മോഹനൻ കഥ കൈമാറാൻ സമ്മതിച്ചു. 20,000 രൂപയാണ് വിലയിട്ടത്. അടുത്ത ദിവസം തന്നെ കൊച്ചിയിലെ മോഹനന്റെ ഓഫീസിലെത്തി 20,000 രൂപ കൊടുത്ത് കഥയുടെ കവർ കൈപ്പറ്റി. അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ കൈപ്പടയിലുള്ള പഴകിപ്പോയ 4 പേജ് വൺ ലൈൻ തിരുവനന്തപുരത്തേക്ക് സഞ്ചരിച്ചു. ഒറ്റ ദിവസം കൊണ്ട് രാജസേനൻ അത് 15 പേജാക്കി. തുടർന്ന് കൊല്ലത്ത് സ്വം സിനിമയുടെ എഴുത്തിലിരിക്കുകയായിരുന്ന രഘുനാഥ് പലേരിയെ കണ്ട് എഴുത്തിടിയിൽ ഉറപ്പിച്ചു. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? ഗൗരവത്തിൽ ചിരിപ്പിച്ച നരേന്ദ്രപ്രസാദ്. എന്റെ പേടി അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പറഞ്ഞു നിർത്തും മുൻപ് ഭ എന്ന ഒറ്റ ആട്ടായിരുന്നു മറുപടി. ഗൗരവ വേഷങ്ങളിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് നരേന്ദ്രപ്രസാദ് മേലെപ്പറമ്പിൽ ആൺവീട്ടിലെ അച്ഛൻ കഥാപാത്രമായി എത്തുന്നത്. ഈ കഥാപാത്രം താൻ ചെയ്താൽ ശരിയാവില്ലെന്ന് പലതവണ നരേന്ദ്രപ്രസാദ് പറഞ്ഞു. രാജസേനൻ പറഞ്ഞു, സീരിയസ് ആയി അഭിനയിച്ചാൽ മതി ചേട്ടാ. അപ്പോഴെങ്ങനെ കോമഡിയാകുമെന്നായി പ്രസാദ്. അങ്ങനെ വർക്കാകുന്ന സ്റ്റൈൽ ഓഫ് കോമഡി ഉണ്ട്. സീരിയസ് ആയി ചെയ്താൽ മതി, അതിന്റെ ഇമ്പാക്ട് കോമഡി ആയിക്കൊള്ളും. പറഞ്ഞതുപോലെ തന്നെ തിയേറ്ററിൽ ത്രിവിക്രമൻ കൂട്ടച്ചിരി ഉയർത്തി. 1993 പുറത്തിറങ്ങിയ ചിത്രത്തിലെ പല രംഗങ്ങളും വീണ്ടും കണ്ട് മലയാളികൾ ഇന്നും നിർത്താതെ ചിരി തുടരുന്നു. ഈ കഥ ഞാനും സിനിമയാക്കുന്നുണ്ട്. ചെന്നൈയിൽ നടന്ന റിവ്യൂ ഷോയ്ക്ക് സംവിധായകൻ പ്രിയദർശനെയും ക്ഷണിച്ചിരുന്നു. പടം കണ്ടിറങ്ങിയ പ്രിയൻ രാജസേനന്റെ കൈപിടിച്ച് പറഞ്ഞു, മലയാളത്തിലെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരിക്കും ഈ സിനിമ. ദൈർഘ്യം അല്പം കുറയ്ക്കണം. പിന്നെ ഈ കഥ കറങ്ങിത്തിരിഞ്ഞ് എന്റെ അടുത്തും എത്തിയിരുന്നു. ഇതിന്റെ വേറൊരു വെർഷനായി ഞാനും ഒരു പടം ചെയ്യുന്നുണ്ട്. മേലെപ്പറമ്പിൽ ആൺവീട് ഇറങ്ങി ഹിറ്റായതിനു പിന്നാലെ 1994 പ്രിയദർശന്റെ ആ സിനിമ വന്നു. തേന്മാവിൻ കൊമ്പത്ത് പവിഴം കാർത്തുമ്പിയായി മറ്റൊരു തറവാട്ടിൽ ജോലിക്കാരിയായി എത്തി മലയാളികളെ ചിരിയുടെ കൊമ്പത്തു കയറ്റിയ മോഹൻലാൽ പ്രിയദർശൻ ശോഭന കൂട്ടുകെട്ടിലെ മറ്റൊരു സൂപ്പർ ഹിറ്റ്.